ഇറാൻ ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. ലോകരാജ്യങ്ങൾ മുഴുവൻ ഈ യുദ്ധം ഏതെങ്കിലും വിധേനയൊന്ന് അവസാനിക്കണം എന്നിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ട്രംപ് അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നുൾപ്പെടെ അമേരിക്കൻ മാധ്യമങ്ങൾ അടക്കം പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏർപ്പെട്ടതുപോലെ ഒരു കരാറിൽ ഏർപ്പെടണം, അങ്ങനെ ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, UN-ൽ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ യുദ്ധം അവസാനിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇരു രാജ്യങ്ങളും UN-ൽ അറിയിച്ചിരുന്നു, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ രണ്ടുപേരും തയ്യാറല്ല എന്ന്. അതേ നിലപാടിലാണോ ഇപ്പോൾ ഇറാനും ഇസ്രയേലും ഉള്ളത്? അല്ലെങ്കിൽ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, പ്രശാന്ത് സാർ, ഏത് വിധത്തിലായിരിക്കും ഈ ഒരു യുദ്ധം തീരാൻ പോകുന്നത്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിനകത്ത് ഒരു കരാറും ഉണ്ടായില്ല. പാകിസ്ഥാനെ അടിച്ചു നിരപ്പാക്കിയപ്പം യുദ്ധം നിർത്തണം എന്ന് പറഞ്ഞ് നമ്മൾ യുദ്ധം ആ, അല്ലെങ്കിൽ സൈനികമായിട്ടുള്ള നടപടികൾ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഏത് സമയത്തും അതിർത്തി കടന്നുള്ള ആക്രമണം ഉണ്ടായാൽ വീണ്ടും അത് ഓപ്പറേഷൻ തുടരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു യുദ്ധത്തിനകത്ത് ഇസ്രയേൽ അല്ലെങ്കിൽ ഇറാൻ യുദ്ധം, ഇതിനകത്ത് പലരും അവസാനിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഈ യുദ്ധത്തിന്റെ ഒരു സ്റ്റൈല് അല്ലെങ്കിൽ ഇതുവരെ വന്നിട്ടുള്ള ഒരു നാൾ വഴി പരിശോധിക്കുമ്പോൾ ഈ യുദ്ധം വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ വളരെ തന്ത്രപൂർവം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇസ്രായേൽ എന്ന് നമ്മൾ മനസ്സിലാക്കും. അതായത് പറയുന്നവരെ ഒക്ടോബറിൽ ഉണ്ടായ ഒരു ആക്രമണം, അത് ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി, വളരെ വലിയ ആൾനാശം ഉണ്ടായി. അതിനുശേഷം ഈ പറയുന്ന പ്രോക്സികളെ എല്ലാം ആദ്യം ഹമാസിനെ ഏതാണ്ട് പൂർണ്ണമായിട്ട് തീർത്തു. അപ്പം അതിനുശേഷം ഹിസ്ബുള്ളയെ തീർത്തു. അതിനുശേഷം ഹൂത്തികളെ ആക്രമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അതിപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നു. എന്നാലും അവരുടെ സൈനിക ബലവും അല്ലെങ്കിൽ ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്കും അവർ കൈയടക്കി വെച്ചിരുന്ന പ്രദേശങ്ങളുമൊക്കെ ഏതാണ്ട് ഇവരുടെ കൈകളിലേക്ക് വരുന്ന ഒരവസ്ഥ. അപ്പം ആ തരത്തിൽ കയ്യേറുമ്പോൾ തന്നെ ഇവര് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഇറാന്റെ പഴയ ഒരു പ്രസിഡന്റ് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഓർമ്മയുണ്ടോ? ആ അപകടത്തിന്റെ കാരണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതുപോലെ തന്നെ അന്ന് ഈ പറയുന്ന ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് വേണ്ടി ചുക്കാൻ പിടിച്ചിരുന്ന ഇറാന്റെ സൈനിക മേധാവികൾ വളരെ കൃത്യമായിട്ട് ഇറാനിൽ കയറിയൊന്നുമല്ല അടിച്ച്, അവരെ എവിടെ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു അവിടെ കയറി അടിച്ചു. അത് അന്ന് വലിയ വിഷയമായി. ഇറാനിൽ കയറി അടിച്ചു, അല്ല അന്നേരം അവർ കാണിച്ചു കൊടുത്തു ഇറാനിലല്ല ഇന്നിടത്താണ് ഇരിക്കുന്നത്, ഈ പറയുന്ന പ്രദേശം സ്പോട്ട് ചെയ്ത് കൊടുത്തു. അതായത് അവർക്ക് ആവശ്യമായിട്ടുള്ള അവർക്കെതിരെ നീങ്ങുന്ന ശത്രുക്കളെ, ഹമാസിന്റെ ആയാലും ഇറാന്റെ ആയാലും ഹിസ്ബുള്ളയുടെ ആയാലും ഏത് ആൾക്കാരുടെ ആയാലും വളരെ കൃത്യമായിട്ട് നമ്പർ ഇട്ടാൻ ഇന്നാളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അവസാനം ഈ പറയുന്ന ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഇറാനിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇറാനിലേക്ക് കയറിയ ഈ പറയുന്ന ഇസ്രായേൽ വ്യോമാക്രമണം അല്ലെങ്കിൽ രണ്ടാമത്തെ വ്യോമാക്രമണം, ആദ്യത്തെ വ്യോമാക്രമണം അറിയാമല്ലോ, അവരിലേക്ക് മിസൈൽ വർഷിച്ചു. ആ മിസൈൽ വർഷിച്ചതിന് തിരിച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള വ്യോമാക്രമണം. അതിനകത്ത് ബൈഡൻ ഒന്ന് ഇടപെട്ട് ബൈഡൻ പറഞ്ഞതനുസരിച്ച് ഇത്ര മണിക്കൂർ, അവർ പറഞ്ഞു ഞങ്ങൾ 5 മണിക്കൂർ ഇവിടെ അല്ലെങ്കിൽ ആക്രമണം നടത്തും. 5 മണിക്കൂർ ആക്രമണം നടത്തി വലിയ ആഘാതം ഇറാനിൽ ഉണ്ടാക്കിയിട്ട് അവർ തിരിച്ചുപോയി. അതിനുശേഷം ഇപ്പൊ രണ്ടാമത് വന്ന ആക്രമണം എന്ന് പറയുമ്പോൾ ഈ ട്രംപുമായിട്ട് ചർച്ച നടത്തി ട്രംപിന്റെ ഭാഗം നിൽക്കാതെ അല്ലെങ്കിൽ ഈ പറയുന്ന ആണവ കരാറിനകത്ത് ഒപ്പിടാൻ തയ്യാറാവാതെ ഇതുവരെ സംസാരിച്ചപ്പോൾ യാതൊരു ഉറപ്പും കൊടുക്കാതെ 6ാമത്തെ തവണയും സംസാരിക്കാൻ പോകുമ്പോൾ അതിനൊരു ഉറപ്പും ഉണ്ടാകത്തില്ല. ആ നീക്കവുമായിട്ട് അവർ മുന്നോട്ട് പോകും എന്ന് കണ്ടാണ് അവർ ആക്രമണം നടത്തുന്നത്. ആക്രമണം നടത്തിയപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൃത്യമായിട്ട് അവർ ടാർഗറ്റ് ചെയ്തിരുന്നവരെ, അതിനകത്ത് വേറെ ചില ടാർഗറ്റ് ചെയ്യുന്നവരെ മൊത്തം സൈനിക മേധാവിയെ കൊന്നു. അതുപോലെ തന്നെ അവരുടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥന്മാരെ മൊത്തം കൊന്നു. അതുപോലെ ശാസ്ത്രജ്ഞന്മാരെ മൊത്തം കൊന്നു. ഈ ഓപ്പറേഷൻ അവിടെ നിന്ന് തന്നെ, അതായത് ഇറാനിൽ നിന്ന് തന്നെ മൊസാദ് നിയന്ത്രിച്ചു. ഇറാനിൽ നിന്ന് മൊസാദിനെ ഈ പറഞ്ഞ ഡ്രോണുകൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനം അവിടെ ഒരുക്കി. എത്ര മാസങ്ങൾ കൊണ്ടാണ് ഒരുക്കുന്നത്? അപ്പൊ ഇതേ രീതിയിൽ ടാർഗറ്റ് ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഈ ഹിസ്ബുള്ളയുടെ ഹമാസിന്റെ മേലെ അല്ലെങ്കിൽ അതിന്റെ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ആൾക്കാരെ കൊല്ലുന്ന അതേ പാറ്റേണിൽ തന്നെ ഇറാൻ കയറി കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇന്റലിജൻസ് മേധാവിയെ കൊന്നു, മനസ്സിലായില്ലയോ? അപ്പൊ അതുപോലെ തന്നെ അവര് ഈ പറയുന്ന ഈ വ്യോമത്താവളങ്ങൾ, സൈനിക താമങ്ങൾ, അല്ലെങ്കിൽ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ ഈ ഇത്തരത്തിൽ ലാബുകൾ എന്ന് പറഞ്ഞാൽ ഈ അണുവായുധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ലാബുകൾ ആദ്യം നശിപ്പിച്ചു. അതിനുശേഷം അതിന്റെ ആസ്ഥാനം നശിപ്പിച്ചു. ഇന്നലെ വരുന്ന ഓരോന്ന് പറഞ്ഞാൽ മിസൈലുകൾ സംഭരണശാലയ്ക്ക്, അതായത് ആയുധ സംഭരണശാലയ്ക്ക് ഉൾപ്പെടെ ആക്രമണം നടത്തി. 3000 മിസൈൽ ഉണ്ടായിരുന്നിടത്ത് ഇനി 2000 ഉള്ള 1000 നശിപ്പിച്ചു. ഞാൻ ഈ പറഞ്ഞത് കൃത്യമായ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ
അവർക്ക് ഈ യുദ്ധം ജയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവരുടെ നിലനിൽപ്പിന്റെ വിഷയമാണ്. ഇതിനകത്ത് ഇപ്പുറം നിൽക്കുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യം മതരാജ്യമാണ്. അവര് നടത്തുന്നത്, അവർക്ക് യുദ്ധം ജയിക്കുക എന്നുള്ളതാണ്. ജയിക്കുക എന്നുള്ളതിനപ്പുറം അവർ നടത്തുന്നത് ഇപ്പോഴത്തെ ഖമേനിയുടെ മാനസികാവസ്ഥ അനുസരിച്ച്, അല്ലെങ്കിൽ അയാളെ പിന്തുടരുന്നതനുസരിച്ച് അത്തരത്തിൽ മതഭ്രാന്തന്മാരുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞ ജിഹാദ് നടത്തുക എന്നുള്ളതാണ്. അപ്പൊ ജിഹാദ് നടത്തുക എന്നുള്ളതിനകത്ത് ജയിക്കുക എന്നുള്ളതല്ല, ഒക്കുന്നോളം ആൾക്കാരെ കൊല്ലുക. ആ ജിഹാദ് നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ, ഒരു രാജ്യം, അതായത് ഒരു മതരാജ്യത്തിന്റെ ഭാഗമാവുക, ആ രാജ്യത്തിന്റെ തലവനാകുക, അയാൾ ലോകത്തിന്റെ തലവനാകുന്നതിന് വേണ്ടി ജിഹാദ് നടത്തുക. ഇവിടെയല്ല ജീവിതം, അങ്ങ് ഇതിനപ്പുറം ഒരു ജീവിതം എവിടെയോ ഉണ്ടെന്ന് വിചാരിച്ച് കൊന്നൊടുക്കുക, ജിഹാദ് നടത്തുക. അതായത് ഇസ്ലാമിനെതിരായിട്ടുള്ളവരെ കൊന്നാൽ സ്വർഗത്തിൽ പോകും, ഇതിനെക്കാട്ടി വലിയ ഒരു ജീവിതം അവിടെ ഉണ്ടാകുമെന്ന് പറയുകയും അത്തരത്തിൽ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരാൾ ഭരിക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് ഇവരുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന ജൂതന്മാരെ എന്നും ശത്രുവായി കാണുന്ന ഒരു രാജ്യമാണ്. ഞാൻ ഈ പറഞ്ഞു വന്നത്, അവർ ഖമേനിയുടെ തലയെടുക്കും. ഖമേനിയുടെ തലയെടുത്താൽ മാത്രമേ ഈ പറയുന്ന ജിഹാദ് എന്നുള്ള സങ്കല്പത്തിൽ നിന്നും ആ രാജ്യത്തെ രക്ഷിച്ച് പഴയതുപോലെ ഉള്ള പരസ്പര സ്നേഹവും എല്ലാരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതായിട്ടുള്ള 78-ലെ വിപ്ലവത്തിന് മുമ്പുള്ള ഒരു പേർഷ്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നെതന്യാഹു കഴിഞ്ഞ ദിവസവും പറഞ്ഞത്, നിങ്ങൾക്ക് ഞാൻ പഴയ പേർഷ്യയെ തിരിച്ചു തരും. ഇതിന് മുമ്പ് പലവട്ടം പറഞ്ഞത്, നിങ്ങൾക്ക് ഞാൻ പഴയ പേർഷ്യയെ തിരിച്ചു വരും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം IDF-ന്റെ ഒരു പ്രസ്താവന നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, യുദ്ധം അവസാനിക്കണമെങ്കിൽ അയാൾ തീരണം. ഈ പറയുന്നത് പോലെ ഇതെന്നേക്കും അവസാനിക്കണമെങ്കിൽ എത്തണം, അയാൾ ഞങ്ങളുടെ ചാരവലയത്തിൽ തന്നെയുണ്ട്, ഞങ്ങളുടെ റഡാറിലുണ്ട്, ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ഖമേനിയെ വധിക്കാൻ അനുവാദം ചോദിച്ചു അമേരിക്കയോട്. അമേരിക്ക പറഞ്ഞു, വീറ്റോ ചെയ്തു, വേണ്ട. അതായത് കഴിഞ്ഞ ദിവസം ഈ 200-300 വിമാനങ്ങൾ അവിടെ കയറി സർവ്വതും നശിപ്പിച്ച് ഈ പറയുന്നത് പോലെ സൈനിക മേധാവിയെയും ശാസ്ത്രജ്ഞന്മാരെയും സൈന്യത്തിന്റെ മേലുദ്യോഗസ്ഥന്മാരെയും അല്ലെങ്കിൽ മറ്റ് ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ തലവനെയും ഒക്കെ കൊന്നപ്പോൾ, അതുപോലെ തന്നെ ഖമേനിയുടെ ഉപദേഷ്ടനെ അന്ന് തന്നെ കൊന്നു. ഇന്നലെ കയറി ഇന്റലിജൻസ് മേധാവിയെ കൊന്നു. അവരുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മൊത്തം വൻ നാശനഷ്ടം ഉണ്ടാകുന്നു. ഇതിന്റെ കൂടെ തന്നെ ഇസ്രായേലിന് നാശനഷ്ടം ഉണ്ടാകുന്നുണ്ട്. ഇസ്രായേൽ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ ഒരു യുദ്ധത്തിന് പരിസമാപ്തി ഉണ്ടാവണമെങ്കിൽ അവർ ഈ പറയുന്ന ആളും അയാളുടെ പിന്തുടർച്ചക്കാരും നേതൃത്വം കൊടുത്താൽ വീണ്ടും ഇറാന്റെ യുദ്ധം അല്ലെങ്കിൽ ജിഹാദ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകും. ഒരിക്കലും ഇസ്രായേലിന് പഴയ രീതിയിലേക്ക് അല്ലെങ്കിൽ സമാധാനത്തെ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. എന്നായാലും എപ്പോഴായാലും അയാൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കും, അതിനുവേണ്ടിയുള്ള ആൾക്കാരെ നിയോഗിച്ചുകൊണ്ടേയിരിക്കും, അതിനുവേണ്ടിയുള്ള പ്രോക്സികളെ നിയോഗിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഇസ്രായേലിൽ നിന്ന് മാറുമ്പോൾ ലോകത്തുടനീളമുള്ള രാജ്യങ്ങളിലേക്കും അല്ലെങ്കിൽ ലോകത്ത് ഉള്ള മറ്റ് സുന്നി മുസ്ലിങ്ങളിലേക്കും ഒക്കെ വ്യാപിക്കും. അപ്പൊ പറഞ്ഞു വന്നത്, ഈ ഖമേനിയുടെ തല പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതായത് അവർക്ക് ഈ പറയുന്ന മാനസികാവസ്ഥയിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുക്തമാകുന്ന രീതിയിലേക്കുള്ള ഒരു രാജ്യവും ഒരു ജനാധിപത്യ രാജ്യവും ഒക്കെ അവിടെ വന്നാലേ 78-ന് മുമ്പ് അമേരിക്കയെ സ്നേഹിക്കുന്ന ഇസ്രായേലിനെ സ്നേഹിക്കുന്ന ഒരു ജനതയും ഒക്കെ കൂടെ ഭൂരിപക്ഷം വരുന്ന ഇസ്രായേലികളും ഈ മാനസികാവസ്ഥയുള്ളവർ തന്നെയാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു ജനതയെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഖമേനി ഇല്ലാതാവണം. അതിപ്പോ ഇപ്പൊ വീറ്റോ പവർ അമേരിക്ക കൊടുത്തു അല്ലെങ്കിൽ കൊല്ലണ്ടെന്ന് പറയുമ്പോൾ നാളെ കാലത്തെ അമേരിക്കയോട് അനുവാദം ചോദിക്കാതെ ഖമേനിയെ അല്ലെങ്കിൽ തട്ടിക്കളയുന്ന ഒരു അവസ്ഥയുണ്ട്. അത് നേരത്തെ പല അവരെയും ഇങ്ങനെ തട്ടിക്കളഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനുശേഷമാണ് ഈ ഹമാസിന്റെ, ഹിസ്ബുള്ളയുടെ, ഇറാന്റെ തന്നെ പ്രസിഡന്റും ഒക്കെ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അമേരിക്ക പോലും അറിയുന്നത് ഇതിന്റെ പുറകിൽ മൊസാദ് ആയിരിക്കും. അപ്പൊ ഈ ഖമേനിയും ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ഇടയ്ക്ക് മരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രായേലും IDF-ഉം നടത്തുന്നുണ്ടോ, ആ പ്രസ്താവനകളാണോ വെളിയിൽ വരുന്നത്, അത് തന്നെയായിരിക്കും യുദ്ധാവസാനത്തിന്റെ ഫോർമുല എന്നൊക്കെ നമ്മൾ വിചാരിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഖമേനിയുടെ തല അവർ നോട്ടമിട്ടിരിക്കുന്നു. ഖമേനിയെ എവിടെ ഒളിച്ചിരിക്കുന്നു അവർക്കറിയാൻ പറ്റുന്നു. ഖമേനി എവിടെ ഒളിച്ചാലും ഒട്ടകം തല പൂഴ്ത്തി വെച്ചിട്ട് എന്നെ ആരും കാണുന്നില്ല എന്ന അവസ്ഥയിൽ ഒട്ടകം നിൽക്കുന്ന അവസ്ഥയെ ഖമേനിക്കുള്ളൂ. അപ്പം ഈ യുദ്ധം വളരെ കൃത്യമായിട്ട് തിരിച്ചടികൾ കിട്ടുമെന്ന് കണ്ടും പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് കണ്ടും, ഏത് പ്രത്യാഘാതം ഉണ്ടായാലും അതിനെയൊക്കെ തരണം ചെയ്ത് ജയിക്കാൻ സാധിക്കും തുടങ്ങിയ യുദ്ധമാണ് ഇസ്രായേലിന്റെ യുദ്ധം. ഇസ്രായേലിന് ജയിച്ചേ മതിയാകത്തുള്ളൂ.
ഇവർ ജയിച്ചിട്ടേ ഉള്ളൂ. കാരണം ജയിക്കേണ്ടത് അവരുടെ ചെറിയൊരു രാജ്യമാണ്, 1 കോടി താഴെ ജനസംഖ്യ ഉള്ള ഒരു രാജ്യമാണ്. ലോകത്ത് ഇത്രയും ചെറിയ രാജ്യവും ഇത്രയും ചെറിയ ജനസംഖ്യയും ഉള്ളിടത്ത് ആ 1 കോടിക്കകത്തും ഏതാണ്ട് 60% മാത്രം ജൂതന്മാരും ബാക്കി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആ രാജ്യത്തിനകത്ത് ആ രാജ്യത്തെ കൃത്യമായിട്ട് സംരക്ഷിച്ചേ മതിയാകൂ. ഇപ്പൊ ഇറാനെ പോലെ ഈ പറയുന്ന ഒരു പ്രശ്നമുണ്ടായാൽ കുറെ ആൾക്കാര് മരിച്ചു പോയാലും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ വെച്ച് വീണ്ടും ഒരു രാജ്യം ഡെവലപ്പ് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്ന ഒരു രാജ്യമൊന്നും അല്ല ഇസ്രായേൽ. അവിടെ വളരെ കുറച്ച് ജനസംഖ്യയും ലോകത്താകപ്പാടെ 1 കോടിക്കകത്ത് 10-60 ലക്ഷം ജൂതന്മാർ മാത്രമേ ഉള്ളൂ. വിശാലമല്ല രാജ്യം. ബാക്കി ഇറാന്റെ കൂട്ടും ഇന്ത്യയുടെ കൂട്ടും ഒന്നും വലിയ രാജ്യമല്ല. അപ്പൊ അതിന്റെ നിലനിൽപ്പിന് വേണ്ടി അവർ ഏതറ്റം വരെയും പോരാടും. ആ നിലനിൽപ്പിന് അനിവാര്യത ഇപ്പോൾ ഖമേനിയുടെ തലയാണെന്നാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. അത് ഞങ്ങൾ എടുക്കും എന്നുള്ള ഒരു കാര്യമാണ് ഇസ്രായേലും ഒരുപക്ഷെ IDF ഒക്കെ തരുന്നത്. അതോടുകൂടി ഒരുപക്ഷെ ഈ യുദ്ധം അവസാനിച്ചേക്കാം. ഇറാൻ ഇസ്രായേൽ ബന്ധം പഴയതുപോലെ പുനഃസ്ഥാപിക്കാൻ സാധിക്കും എന്നാണ് നെതന്യാഹുവിന്റെ പ്രസ്താവനകളും ഇറാനോട് ജനതയോട് കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രസ്താവനകളും ഒക്കെ ആ രീതിയിലൊക്കെ ആയിരിക്കും യുദ്ധം ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ഇസ്രായേൽ എന്നാണ് ഇപ്പോഴത്തെ പോക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ യുദ്ധം പരിസമാപ്തിയിലെത്തിയേക്കാം എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ചർച്ചയോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന്റെ ഇടപെടലോ എന്ന് വെച്ചാൽ മധ്യസ്ഥ ശ്രമമോ മൂലം യുദ്ധം ഇല്ലാതായേക്കാം. അപ്പോഴും നെതന്യാഹു മനസ്സിൽ കണ്ട ചില കാര്യങ്ങൾ ആയേക്കാം എന്ന സൂചനയും വരുന്നുണ്ട്. ഖമേനി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ഇസ്രയേലിൽ നടപ്പിലാക്കാൻ ഇറാന് സാധിക്കില്ലെന്നും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ. താങ്ക് യു.